ആ ചേട്ടനോടൊന്ന് പറഞ്ഞേ, യേശുവിൽ നിന്നും അകലാൻ നിങ്ങൾക്ക് ഓടി ഒളിക്കാൻ പറ്റത്തില്ല. പറഞ്ഞേ എല്ലാവരോടും ഒന്ന് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, യേശുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം 4-5 പോയിന്റ് നിങ്ങളോട് പറഞ്ഞു വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കണം, അത് ഓർമ്മയിൽ വെക്കണം, അല്ലാതെ നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. സീ, ദൈവത്തിന്റെ വചനത്തില് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഓക്കെ, പരിശുദ്ധാത്മാവ് ഭൂമിയിലെ എൻ്റെ സ്വർഗം. അറിയാമോ? നിങ്ങൾ അടുത്തിരിക്കുന്നത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലെ എൻ്റെ സ്വർഗം. അതാണ് ദൈവരാജ്യം. ദൈവരാജ്യം നിങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ദൈവരാജ്യം ഇല്ല. മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലെ ദൈവരാജ്യമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ആ നിമിഷം, ഇറ്റ് വാസ് എ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്. ഒരു പ്രകൃതിക്കും അധീനമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. സൂപ്പർ നാച്ചുറൽ ആയിരുന്നു. ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. എൻ്റെ സാക്ഷ്യം, ഞാൻ ജനിച്ചു വളർന്നത് ഒരു സീറോ മലബാർ പാരമ്പര്യ കുടുംബത്തിലാണ്, പാലായി. ഓക്കെ, അപ്പോൾ ഈ പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന എനിക്ക് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളും മതപരമായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. ആത്മീയപരമായിട്ടുള്ള കാര്യം അറിയില്ല. അങ്ങനെയാണ് 1996 ഡിസംബർ മാസം പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടെയാണ് എൻ്റെ ജീവിതം മാറി. ഇറ്റ് വാസ് മൈ ടേണിംഗ് പോയിന്റ്. എൻ്റെ വഴിത്തിരിവ് അവിടെയാണ് ഉണ്ടായത്. അവിടെയായിരുന്നു എൻ്റെ മാനസാന്തരത്തിലെ പോയിന്റ്. അതായത് ജീവിക്കുന്ന ദൈവം ഒരു മനുഷ്യനിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ഒരു സന്തോഷം ഈ ഭൂമിയിൽ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എൻഡ്ലെസ്, അതിരുകളില്ലാത്ത ഒരു അവസ്ഥയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. അത് ഹൃദയസ്പർശ്യം, അത് ഹൃദയത്തെ തൊടും. അത് മാത്രമല്ല, നമ്മുടെ ജീവിതം മാത്രമല്ല മാറുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റുവാൻ പറ്റും നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവരൊന്ന് പൊട്ടിച്ചിരിച്ച് അയ്യേ അത്ര ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരാളെ നോക്കിയെങ്കിലും ചിരിക്കും. ചിരിച്ചോ? ഞാൻ പറഞ്ഞു തന്നിട്ടോളാം ചിരിക്കാൻ. സന്തോഷമുള്ളവരൊന്ന് ചിരിച്ചേ. ഞാൻ ആദ്യമേ പറയും, നിങ്ങൾ സുന്ദരനാണ് സുന്ദരിയാണോ? ആ ബോധ്യം പലർക്കും ഇല്ല. അതാണ് പ്രശ്നം. കാരണം ക്രിസ്തുവിന്റെ ഇമേജാണ്, ക്രിസ്തുവിന്റെ രൂപമാണ് നിങ്ങളെന്ന ബോധ്യം പലർക്കും ഇല്ല. രോഗികളായിട്ടുള്ളവരൊന്ന് കൈവരിച്ച്, രോഗികളായിട്ട് നിങ്ങളുടെ രോഗസ്ഥലത്ത് നിങ്ങൾ കൈവച്ച് അവര് മാത്രം അവരോട് മാത്രമായിട്ട് ഞാൻ 2000 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ രോഗം സൗഖ്യപ്പെട്ടോ? വിശ്വസിക്കാൻ സാധിക്കുന്നില്ലല്ലേ? വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോഴ്, ചാട്ടവാറിന്റെ അടിയേറ്റപ്പോഴ്, നീ ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ, നിനക്ക് രോഗമുണ്ടാകുന്ന കർത്താവ് അറിയാം. ആ രോഗം അവന്റെ മുറിവുകളാൽ അന്ന് സൗഖ്യമായത്. It is finished.
കംപ്ലീറ്റ്ലി വർക്ക് ഫിനിഷ്ഡ്. അവൻ ചെയ്തെടുത്തു. ഇനി നമ്മളാണ് തുടങ്ങേണ്ടത്. നിങ്ങളുടെ രോഗമുള്ളിടത്ത് നിങ്ങൾ കൈവയ്ക്കുക. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, ഇങ്ങനെ എല്ലാവരും അങ്ങറ്റത്തുള്ളവർ ഓക്കെ, തലവേദന, നടുവിന് വേദന, അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗമൊക്കെ ഞാൻ കാണുന്നുണ്ട്. മുട്ടിന്റെ തേയ്മാനം കാണുന്നുണ്ട്. കിഡ്നി അസുഖം കാണുന്നുണ്ട്. യെസ്, ലിവർ പ്രോബ്ലം കാണുന്നുണ്ട്. ഹാർട്ട് ഡിസീസ് കാണുന്നുണ്ട്. ഓ, താങ്ക് യു മൈ ഹോളി സ്പിരിറ്റ്. Fire! I release healing right now. Be healed in the name of Jesus Christ of Nazareth. Be healed. സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുക. സകല രോഗങ്ങളും സൗഖ്യമാകട്ടെ. ഇപ്പൊ തന്നെ നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം മനസ്സിൽ ചിന്തിക്കുക. 2000 വർഷം മുമ്പ് എന്റെ യേശു എന്റെ രോഗം എടുത്തു മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും പറഞ്ഞു, നിങ്ങൾ തന്നെ ഇപ്പൊ സൗഖ്യവും. I'm not coming there. ഞാൻ സാധാരണ രീതിയിൽ ക്രൗഡിലേക്ക് ഇറങ്ങിയാണ് പ്രസംഗിക്കുന്നത്. കാരണം അത് നമ്മുടെ ധ്യാനത്തിൽ നടക്കുന്ന ഒരു സംഭവം. ചേഞ്ച്. ഞാൻ വളരെ അങ്ങേയറ്റം വരെ നടന്നു. എവിടെയെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രോഗികളായിട്ട് അവരെ പിക്കപ്പ് ചെയ്ത് അന്നേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്നേരം സൗഖ്യവും. പക്ഷെ ഇപ്പം ഞാൻ മറ്റൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഈ ധ്യാന സെന്ററിൽ നിങ്ങൾ അവിടെ നിന്നാൽ മതി, നിങ്ങളുടെ രോഗസൗഖ്യം. ഓക്കെ, ഇപ്പം തന്നെ പലരുടെയും സൗഖ്യമായിട്ടുണ്ട്. ഒന്നും കൂടെ നിങ്ങൾ ചിന്തിക്കുക. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവിന്റെ മുറിപ്പാടുകളാൽ അല്ലെങ്കിൽ മുറിവുകളാൽ എന്റെ രോഗം അവനെടുത്തു മാറ്റി എന്ന് വിശ്വസിക്കുമ്പോൾ 1 2 3 ഇപ്പൊ തന്നെ 100 കണക്കിന് ആൾക്കാർ ഇവിടെ സൗഖ്യമായിട്ടുണ്ട്. യെസ്, the name of Jesus, 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 the name of Jesus. Be healed in the name of Jesus. You are healed. Check ചെയ്ത് നോക്കിയേ. ഷോൾഡർ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയേ. You are healed. നീ സൗഖ്യമായിട്ടുണ്ട്. നീ ചെക്ക് ചെയ്ത് നോക്കിയേ. Come on. മുട്ടുകുത്താൻ പറ്റത്തില്ലാത്തവരൊന്ന് മുട്ടുകുത്തി നോക്കിയേ. മുട്ടുകുത്തിക്കേ. യെസ്, മുട്ടുകുത്താൻ പറ്റത്തില്ലാതെ മുട്ടുകുത്തിക്കേ. You are free now. You are free now. Come on. You are free. Yes, നിങ്ങൾക്ക് ആ വേദന മാറിയെന്ന് ബോധ്യമുള്ളവർക്ക് കൈവശേഷം 1 2 3 4 5 6 7 8 9 10 ഒരുപാട് പേര്. യെസ്, ഒന്ന് കൈവന്നിച്ചേ. എന്റെ രോഗം സൗഖ്യമാക്കി. യേശുവേ താങ്ക് യു. നന്ദി യേശുവേ എന്ന് പറഞ്ഞേ. നന്ദി യേശുവേ. ഇവിടെ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്ന മസിൽ ക്യാച്ച് ഒരാളുടെ സൗഖ്യം വന്നിപ്പം. യെസ്, now be healed in the name of Jesus. Yes, right now. Yes, രോഗം സൗഖ്യമായവർ മാത്രം ഇരുന്നേ. യെസ്, കുറച്ചുപേരും കൂടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ആ കൂട്ടം കൂടി നിൽക്കുന്നവർ ഇവിടെ വന്ന് നിന്നേ. യെസ്, ആ കൂട്ടം കൂടെ നിൽക്കുന്നവർ ഇവിടെ വന്ന് നിന്നേ. പ്ലീസ് ഡു ഇറ്റ്. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ജസ്റ്റ് ബിലീവ് ഇൻ ജീസസ്. യേശുവാണ് സൗഖ്യദായകൻ. രോഗമുള്ളിടത്ത് കൈവച്ച് രോഗമുള്ളിടത്ത് കൈവച്ച് പെട്ടെന്ന് കൈവയ്ക്കുക. യെസ്. ഫൈബ്രോയിഡ് സൗഖ്യമാകുന്നു. ഫൈബ്രോയിഡ് നിങ്ങളുടെ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉള്ള സൗഖ്യമാകുന്നുണ്ട്. ഭാഗമുള്ള കുറച്ച് പേരുടെ. യെസ്, ഫൈബ്രോയിഡ് ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇറ്റ്സ് ഡിസപ്പിയറിംഗ്. അത് അവിടുന്ന് അപ്രത്യക്ഷമായി പോകുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ധ്യാനത്തിൽ വന്നത് എത്രയോ വർഷങ്ങളായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് ഇൻസ്റ്റന്റ്ലി സൗഖ്യപ്പെടുത്തി. ആ സ്പോട്ടിൽ
രക്തം നിന്നും അവർ ബാത്റൂമിൽ പോയി നോക്കി, കംപ്ലീറ്റ്ലി ഹില്ല. സാക്ഷ്യം കിടപ്പുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ ഹിം. എല്ലാം സാധ്യമാണ്. ഈ എന്താ പ്രശ്നം എന്നറിയോ? സൗഖ്യമായി യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. ഇപ്പൊ വിശ്വസിച്ചു? യെസ്, റെഡി? 2000 എല്ലാവരും പറഞ്ഞേ, ഈ കൂടി നിൽക്കുന്നവർ പറഞ്ഞേ, രോഗികളായിരിക്കുന്നവർ മാത്രം പറഞ്ഞേ, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു എൻ്റെ ഇപ്പോഴത്തെ രോഗം സൗഖ്യമാക്കി. ഞാൻ സ്വതന്ത്രനായി. ഐ ആം ഫ്രീ നൗ. യേശുവേ നന്ദി, എന്നെ സൗഖ്യമാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച നടക്കാൻ മേലാത്ത 2 സഹോദരികളും സഹോദരനും വർത്താനം പോലും പറയത്തില്ലായിരുന്നു. സ്കൂളായിട്ട് വർത്താനം പറഞ്ഞു, നടന്നും പോയ സാക്ഷ്യം നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതായത് നടക്കാൻ പറ്റത്തില്ലാത്ത മനുഷ്യർ വന്ന് നടന്നു പോകും. അത് ആരുടെ ശക്തിയാ എന്ന് ഉറക്കെ പറഞ്ഞേ. ഉയർപ്പിക്കപ്പെട്ട, ഉദ്ധാനം ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ ശക്തിയാണ്. ഉയർപ്പിന്റെ ശക്തിയാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടോ? ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ദേഷ്യമുണ്ടോ? ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ഉണ്ടല്ലോ. 1 2 3 4 5 6 6 7 പേർക്ക് ദേഷ്യമുണ്ടല്ലോ. പലരോടും ഒന്ന് മാറ്റി വെച്ച് പ്ലീസ്. എൻ്റെ ഹൃദയത്തിന് ആ കയ്പൊന്ന് എടുത്ത് കളഞ്ഞ്. യെസ്, അതായിരിക്കാം തടസ്സം. അതായിരിക്കാം നിന്റെ രോഗത്തിൻ്റെ തടസ്സം, രോഗം സൗഖ്യത്തിൻ്റെ തടസ്സം. പല കാരണങ്ങളുണ്ട്. ഒന്ന് വിശ്വാസക്കുറവുണ്ടാവും. 2 മറ്റുള്ളവരോടുള്ള ദേഷ്യമുണ്ടാകാം. ഭർത്താവിനോടോ ഭാര്യയോടോ ഒക്കെ സഹോദരങ്ങളോടോ ഒക്കെ മിണ്ടാതിരിക്കുന്ന അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ കയ്പുണ്ടാവും, ഗ്രഡ്ജസ് ഉണ്ടാവും. അത് മലയാളം വാക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഗ്രഡ്ജസ് അല്ലെങ്കിൽ അൺഫോർഗീവ്നെസ്, അങ്ങനെയുള്ള എന്നാ പറഞ്ഞത്, വിദ്വേഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞ് കംപ്ലീറ്റ്ലി ബി ഫ്രീ നൗ. Be free. Yeah. 1 2 3. Holy Ghost is അഭാരത്തേക്ക് പരിശുദ്ധാത്മാവ് കടക്കുകയാണ്. യെസ്, ടച്ച്. പരിശുദ്ധാത്മാവിനെ ഫ്രീ ആയിട്ട് ചന്ദ്രിക്കാൻ നിങ്ങൾ അവിശ്വാസമൊക്കെ എടുത്ത് കളഞ്ഞു. എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കണമേ എന്ന് ചിന്തിച്ച്. യെസ്, be healed in the name of Jesus Christ of Nazareth. യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, be healed, സൗഖ്യമാകട്ടെ. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സൗഖ്യമാകട്ടെ. The name of Jesus. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ യെസ്, I know that. എത്ര പേര് സൗഖ്യമായി? ഒന്ന് കൈവന്നിച്ചു. യെസ്, 1 2 3 4. സൗഖ്യമായാലും കർത്താവിനെ സ്തുതിച്ച്. മറ്റൊരു സ്തുതിച്ച്. Thank you, my Holy Ghost. സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച്. Thank you, Lord. 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 Thank you, my Holy Ghost. Thank you, Jesus. ദൈവദൂതന്മാരിവിടെ വന്നിട്ടുണ്ട്. ചില വിശുദ്ധന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഓ, താങ്ക് യു ലോർഡ്. ദൈവദൂതന്മാരിവിടെ കടന്നു വന്നിട്ടുണ്ട്. പലരുടെയും രോഗസൗഖ്യമായിട്ടുണ്ട്. നന്ദി പറഞ്ഞ്. താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, എന്നെ സൗഖ്യമാക്കിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ്. In the name of Jesus. Yeshua HaMashiach.
ഞരമ്പിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടക്കുന്നു. കൈവിരലുകൾ നൂരാത്തത് നൂരുന്നു യേശുവിന്റെ നാമത്തിൽ. കാലിന്റെ സ്റ്റിഫ്നെസ് മാറുന്നു യേശുവിന്റെ നാമത്തിലാണ്. തലവേദനകൾ മാറുന്നു യേശുവിന്റെ നാമത്തിലാണ്. രോഗസൗഖ്യം വന്നിട്ട് അത് നിലനിർത്തുവാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ സ്വഭാവം നന്നാക്കണം. നമ്മുടെ ധ്യാന സെന്ററിൽ ഒരു ധ്യാന ഗുരു കടന്നു വരുന്നു, ഒരു അച്ഛനം. അദ്ദേഹം ധ്യാനം കൂടാൻ വേണ്ടി വന്നു. അദ്ദേഹം വന്നിട്ട് എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അനേക വർഷങ്ങളായി ഞാൻ ധ്യാനഗുരുവായിരുന്നു, പക്ഷെ ഒരു സത്യം ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലായി. എന്താ? അഭിഷേകം നിലനിർത്തുവാനുള്ള ഒരു രഹസ്യം. പ്രൈസ് ഗോഡ്. അഭിഷേകം എങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവന്റെ അഭിഷേകം ചോർന്നു പോകും. അത് പോകരുത്. അത് വളർന്നുകൊണ്ടേയിരിക്കണം, അത് ഉയർന്നുകൊണ്ടേയിരിക്കണം. അതിനൊരു സീക്രട്ട് ഉണ്ട്. ഹല്ലേലൂയ. അത് ഞാൻ പിന്നീട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ നിങ്ങളുടെ രോഗം തിരിച്ചു വരാതിരിക്കണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ? രോഗം പോയത് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് യേശുവിനെ നിങ്ങൾ സ്നേഹിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടി സ്നേഹിക്കണം. യേശുവിനെ സ്നേഹിക്കും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അപ്പൊ ഈ സ്നേഹമെന്ന സാധനം ഉറച്ചു നിന്റെ ഹൃദയത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോയ രോഗം തിരിച്ചു വരില്ല. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരോട് പറഞ്ഞേ, പോയ രോഗം തിരിച്ചു വരില്ല. പോയ രോഗം തിരിച്ചു വരില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, കണ്ണിന്റെ കൃഷ്ണമണി ഇല്ല എന്നൊരു കുഞ്ഞിന് കർത്താവ് കൃഷ്ണമണി, പുതിയ കണ്ണിന്റെ കൃഷ്ണമണി ഐബോൾ വെച്ചു കൊടുക്കുന്നു. ഞാൻ എൻ്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടത്. ഇയഡ്രമില്ലാത്തവർക്ക് ഇയഡ്രം കർത്താവ് വെച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ഇവിടെ ക്യാൻസർ പേഷ്യന്റ് ഉണ്ടോ? യേശു സൗഖ്യമാക്കിയിരിക്കുന്നു നിങ്ങളെ. നമ്മളെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും, കർത്താവിന് മുമ്പിൽ നീ നീതിയുള്ളവനാണോ, ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. സൗഖ്യമായവരെ എത്ര പേരുണ്ട്? ഒന്ന് കൈവന്നിച്ച്. സൗഖ്യമായവരെ വിടുതൽ കിട്ടിയില്ലേ? ഒന്ന് നോക്കി, ഒന്ന് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. കുറെ പേരോടൊക്കെ ക്ഷമിക്കാനുണ്ട്. നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേ. മറ്റുള്ളവരുടെ ദേഷ്യം ഒന്ന് മാറ്റിക്കേ, ഒക്കെ ഒന്ന് മാറ്റിക്കേ. കഴുത്തിന്റെ പെടലിയൊക്കെ ഒന്ന് തിരിച്ചേ. യെസ്, ഒന്ന് തിരിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വന്ന് നിങ്ങളുടെ തലയിൽ കൈ വെച്ചും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവുണ്ട് നിങ്ങൾക്കവിടെ. ഹല്ലേലൂയ. ഞാനിങ്ങനെ പുറത്ത് ശുശ്രൂഷിക്കുമായി ആരുടെയും തലക്കൈ വെച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ധ്യാന സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ അതിനൊരു മിനിസ്ട്രി പോളിസി ഉണ്ട്, മിനിസ്ട്രി പ്രോട്ടോകോൾ ഉണ്ട്. അതനുസരിച്ചാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് പരിശുദ്ധാത്മാവിന്റെ പോളിസിയാണ്. ഹല്ലേലൂയ. അവിടെ കൈയുടെ ഷോൾഡറിന്റെ വേദനയുള്ള ആരാള്? കൈയുടെ ഷോൾഡറിന്റെ വേദന. ആ കൈ ഒന്ന് പൊന്നിച്ച്. കൈയിന്റെ ഷോൾഡറിന്റെ വേദനയുള്ള കൈ ഒന്ന് പൊന്നിച്ച്. മറ്റേ കൈ താത്തി. രണ്ട് ഷോൾഡർ വേദന ഉണ്ട് അല്ലേ? ഹീലിംഗ് നടക്കുന്നു. ഇതാ ഈ അമ്മച്ചിയുടെ ഹീലിംഗ് നടക്കുന്നു. ഒന്ന് കൈ താത്തിയിട്ട് ഉയർത്തിക്ക്. ഈ അമ്മച്ചി വേദന പോയതോ? ജീസസ് നെയിം. പോയില്ലേ? പോയി. യെസ്, ഐ നോ ദാറ്റ്. യു ആർ ഹീൽഡ് നൗ ഇൻ ജീസസ് നെയിം. യെസ്. അവിടെ ഇരിക്കുന്ന ആ പിങ്ക്. യെസ്, കൈ ഉയർത്തിക്ക്. യെസ്. യേശുവേ നന്ദി എന്ന് പറഞ്ഞു. ആ പച്ച സാരി യേശുവിന്റെ നാമത്തിൽ നന്ദി എന്ന് പറഞ്ഞു. യേശുവെ നന്ദി. ഇങ്ങനെ പിടിച്ചേ. യെസ്. The Lord is touching that fingers. അന്നിന്റെ വിരലുകളെ കർത്താവ് തൊടുന്നു. കർത്താവ് നിന്റെ വിരലുകളെ തൊടുകയാണ് യേശുവിന്റെ നാമത്തിലാണ്. Yes, be healed in the name of Jesus. ഈ ഭാഗത്ത് വേദനയുള്ളവരാരാളെ? ഈ ഭാഗത്ത് തിരിച്ചു വെക്കി. ഇങ്ങനെ കൂളായിട്ട് തിരിച്ച്. Be healed in the name of Jesus. Yes, be healed in the name of Jesus. ടൈം നമ്മുടെ കഴിയാറായി. അല്ലെങ്കിൽ we could continue to minister, but doesn't matter. Time is not a matter. സമയം 10 മിനിറ്റ് ആണെങ്കിലും ദൈവത്തിന് ഒരു പ്രശ്നമല്ല. ഹല്ലേലൂയ. ആ 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ്, 1 സെക്കൻഡ് മതി അവൻ എല്ലാം ചെയ്യാം. എല്ലാം ചെയ്തെടുക്കാൻ 1 സെക്കൻഡ് മതി സർവശക്തനായ ദൈവത്തിന്. അവൻ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. God is great. Hallelujah. എന്ന് ഉറക്കെ
പറഞ്ഞേ ഹല്ലേലൂയ. മുട്ടുകുത്താൻ പറ്റത്തില്ലാത്തിരുന്ന് മുട്ടുകുത്തിക്ക് ഇപ്പം യു ആർ ഹീൽഡ്. ഇപ്പൊ സൗഖ്യം. ഒന്ന് ധൈര്യമായിട്ട് മുട്ടുകുത്ത്. യേശുവേ നന്ദി എന്ന് പറഞ്ഞു. നമ്മുടെ അവിടെ 17 വർഷമായിട്ട് മുട്ടുകുത്താൻ പറ്റത്തില്ലാത്തൊരു സഹോദരി വന്നിട്ട് കൂളായിട്ട് മുട്ടുകുത്തിയിട്ട് പോയി പറഞ്ഞിട്ട്, അതായത് ദിവ്യകാരണത്തിന് മുമ്പിൽ 17 വർഷമായി ബ്രദറെ ഞാൻ മുട്ടുകുത്തിയിട്ടെന്ന് പറഞ്ഞു, ഇന്ന് എനിക്ക് മുട്ടുകുത്താൻ പറ്റുമെന്ന് പറയുന്നു. ആലോചിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അപാരമാണ്, അദൃശ്യമാണ്, അത്ഭുതകരമാണ്. ആരോടും അവൻ പാർഷ്യാലിറ്റി ഇല്ല, മുഖപക്ഷമില്ല. എല്ലാവരെയും അവൻ സ്നേഹിക്കും, എല്ലാവരെയും സ്നേഹിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചാടി എഴുന്നേറ്റ്